മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് തലശ്ശേരി പോയിട്ട് തലശ്ശേരി ബിരിയാണി കഴിച്ച കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. വെറും തലശ്ശേരി ബിരിയാണി അല്ല കേട്ടോ, നല്ല വാഴയിലയിൽ നല്ല അടിപൊളി ചൂട് ചോറ്, നല്ല ആവി പറക്കുന്ന ഇറച്ചിയോട് കൂടി നല്ല സലാഡും അച്ചാറും, അച്ചാറൊക്കെ വളരെ സ്പെഷ്യലായിട്ട് തന്നെ അങ്ങനെ കൊണ്ട് ഇറക്കുന്ന തലശ്ശേരി ബിരിയാണി ഇട്ടപ്പോൾ തന്നെ മണം കൊണ്ട് ഒരു രക്ഷയുമില്ല. ഫുഡിൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ ഇടത്തില്ലെങ്കിലും ഈ ഒരു ബിരിയാണിയുടെ വീഡിയോ എന്തായാലും ഇടുമെന്ന് ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ചു. ഇതിൻ്റെ ടേസ്റ്റ്, ഈ കടയുടെ മുന്നിൽ വേറൊരു പ്രത്യേകത കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അജിനോമോട്ടോയോ മറ്റ് സാധനങ്ങളോ ഒന്നും ഈ കടയിൽ ഉപയോഗിക്കില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ടേസ്റ്റിൽ വലിയ ഇതൊന്നും കാണൂല, എന്തായാലും നല്ല സാധനം കഴിക്കാമല്ലോ എന്ന് വെച്ച് കയറിയതാണ്. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ബിരിയാണിയൊന്നുമല്ല ബിരിയാണി കേട്ടോ. ഇവനാണ് സാധനം. തലശ്ശേരി വന്ന് ശരിക്കും ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല പൊളി സാധനം. പിന്നെ അച്ചാർ, ഇത് ഞങ്ങൾക്ക് വളരെ വ്യത്യാസമായി തോന്നിയൊരു സാധനമാണ്. ബീറ്റ്റൂട്ട് അച്ചാർ, അത് ബീറ്റ്റൂട്ടും നല്ല ഈന്തപ്പഴമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഞാൻ പറഞ്ഞു വിട്ടുള്ള അച്ചാർ. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി കേട്ടോ, ഞാൻ മാത്രം വെയിറ്റിംഗ് നിൽക്കുകയാണ്. എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ട് കഴിക്കാനുള്ള ഒരു സഹനശക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിരിയാണിയിലേക്ക് അംഗത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങി. ഈ സ്ഥലം മാഹി കഴിഞ്ഞ് ബൈപ്പാസ് കയറി നേരെ വരുമ്പോഴാണ് ഇത് ഹോട്ടൽ. ഇത് ഫാമിലി ഫുഡ് എന്ന് പറയുന്ന ഹോട്ടലാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പോൾ ബിരിയാണിയുടെ പരിപാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ ഇലയൊക്കെ കാലിയാക്കി. ഇപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ വളരെ കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ അമക്കാനും മറക്കല്ലേ.